എല്ലാവർക്കും നമസ്കാരം. 6th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റായ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്നുള്ള പാഠഭാഗത്തിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ പാഠഭാഗത്തിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ബൈ ജവഹർലാൽ നെഹ്റു. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച എഴുത്തുകൾ എല്ലാം കൂടെ ചേർത്ത് ഒരു ബുക്ക് രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ബുക്കാണ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നുള്ളത്. അതിനകത്ത് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം, ഒരു ലെറ്റർ, അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമുക്കൊന്ന് വായിക്കാം. Probably the first men were hardly men like we know them today. The must have been half apes, half men, living rather like monkeys. Do you remember going with us to see a professor in Heidelberg in Germany? He showed us a little museum full of fossils and especially an old skull which he kept carefully locked up in a safe. The skull was supposed to belong to one of these earliest men. We now call him the Heidelberg man simply because the skull was found buried near Heidelberg. ഇതിൻ്റെ മലയാളം എന്താണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് അറിയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആദ്യ മനുഷ്യരായിരുന്നില്ല. അവർ പകുതി കുരങ്ങന്മാരും പകുതി മനുഷ്യരും ആയിരിക്കണം. കുരങ്ങുകളെ പോലെ ജീവിച്ചിരുന്നു. ജർമ്മനിയിലെ ഹൈഡൽബർഗിലെ ഒരു പ്രൊഫസറെ കാണാൻ ഞങ്ങൾക്കൊപ്പം പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഫോസിലുകളും പ്രത്യേകിച്ച് ഒരു പഴയ തലയോട്ടിയും നിറഞ്ഞ ഒരു ചെറിയ മ്യൂസിയം അദ്ദേഹം നമ്മളെ കാണിച്ചു തന്നു. അത് അദ്ദേഹം ശ്രദ്ധാപൂർവം ഒരു സേഫിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ തലയോട്ടി ഈ ആദ്യകാല മനുഷ്യരിൽ ഒരാളുടേതാണെന്നാണ് കരുതപ്പെടുന്നത്. ഹൈഡൽബർഗിന് സമീപം കുഴിച്ചിട്ട നിലയിലാണ് ഈ തലയോട്ടി കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് പറഞ്ഞ, അല്ലെങ്കിൽ മകൾക്ക് എഴുതിയ കത്തിനകത്തെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ചോദ്യം തന്നിരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ റിമെയിൻ ദാറ്റ് ജവഹർലാൽ നെഹ്റു മെൻഷൻസ് ഹിയർ? അതായത് ജവഹർലാൽ നെഹ്റു എന്ത് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്, അതായത് ചരിത്രപരമായ അവശേഷിപ്പിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ഓൾഡ് സ്കള്ളാണ്. അടുത്തായിട്ട്, അക്കോർഡിംഗ് ടു ഹിം വെയർ വാസ് ഇറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം? അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ, അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? അതിൻ്റെ ആൻസർ നിയർ ഹൈഡൽബർഗിൻ്റെ അടുത്തു നിന്നാണ് ഇത് കിട്ടിയത്. The historical remains of the primitive humans is estimated to be lakhs of years old. അതായത് നമ്മുടെ ഈ പ്രാകൃത മനുഷ്യർ, അതായത് മുൻകാല മനുഷ്യരുടെ ഈ റിമെയിൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളാണെന്ന്. അടുത്ത പേജ് നോക്കാം. പേജ് നമ്പർ 8. Can you think of people who lived all these years ago or about that period? Shall we take a look at the history of the people at that time? അതായത് നമുക്ക് ഈ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെ പറ്റിയിട്ടുള്ള ഒരു ചരിത്രം എന്ന് നോക്കാം. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന നോക്കാം. ലെറ്റ്സ് ട്രേസ് അവർ ആൻസിസ്റ്റേഴ്സ്. നമ്മുടെ പുരാതന ആളുകളെ പറ്റി നമുക്കൊന്ന് ട്രേസ് ചെയ്ത് നോക്കാം. അവിടെ നമുക്കൊരു പിക്ചർ തന്നിരിക്കുന്നു, ഫിഗർ 1.1 എന്ന് പറയുന്നത്. അവിടെ ഒരു രണ്ട് കുട്ടികളുടെ പടമാണ് അത് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അച്ഛൻ, അമ്മ, രണ്ട് പേര്. ഈ അച്ഛന് രണ്ട് പേരുണ്ട്, അച്ഛന് അമ്മ. അതുപോലെ തന്നെ അമ്മയ്ക്കും രണ്ട് പേരുണ്ട്, അച്ഛന് അമ്മ. ഇനി ഈ അച്ഛൻ്റെ അമ്മയുടെയും പൂർവികരുണ്ട്, അവരുടെ അച്ഛനമ്മമാരുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പുറകിലേക്ക് പോവുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നമ്മൾ ഇതുപോലെ പുറകിലേക്ക് പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷക്കണക്കിന് തലമുറകൾ പുറകിലേക്ക് പോയാൽ നമ്മൾ എത്തിച്ചേരുന്നത് ഇതേപോലെയുള്ള പൂർവികരിലേക്കായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുരങ്ങുകളെ പോലെ, അല്ലെങ്കിൽ മനുഷ്യരാകുന്നതിന് മുമ്പ് ഉള്ള, അതായത് പ്രാകൃത മനുഷ്യരായിട്ടുള്ള ആളുകളിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തായി തന്നിരിക്കുന്ന ഒരു എക്സ്റ്റൻഡ് റീഡിംഗ് ആണ് BCE ആൻഡ് CE. അതായത് ക്രൊണോളജിക്കലി ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്, ബിഫോർ കോമൺ ഇറ ആൻഡ് കോമൺ ഇറ. അതായത് ഹിസ്റ്ററിയെ, ചരിത്രത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ബിഫോർ കോമൺ ഇറ എന്നും കോമൺ ഇറ എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഏർലിയർ ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻറ്റു BC ആൻഡ് AD. അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് BC എന്നും AD എന്നുമാണ്. ദ പീരീഡ് ബിഫോർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് നോൺ ആസ് BC, ബിഫോർ ക്രൈസ്റ്റ്. അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്തിനെ നമ്മൾ എന്ത് വിളിക്കും? BC എന്ന് വിളിക്കും, ബിഫോർ ക്രൈസ്റ്റ് എന്നും. അതുപോലെ ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് നോൺ ആസ് AD, അതായത്
ക്രിസ്തുവിന് ജനനത്തിന് ശേഷം ഉള്ളതിനെ നമ്മൾ എ ഡി അന്നോ ഡൊമിനി എന്നും വിളിക്കും. ദീസ് ഡേയ്സ് ഈസ് നോൺ ആസ് BCE ആൻഡ് CE. അപ്പോൾ ഇതിനെയാണ് നമ്മൾ BCE എന്നും CE എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാൻ പഠിക്കേണ്ടതല്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. BCE എന്ന് പറയുന്നത് ബിഫോർ കോമൺ ഇറ. ഇതിൻ്റെ പഴയ പേരാണ് BC, അതായത് ക്രിസ്തുവിന് മുമ്പുള്ള കാലം, യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം. യേശു ക്രിസ്തു ജനിച്ച് കഴിഞ്ഞുള്ള കാലത്തിനെ നമ്മളിപ്പോൾ വിളിക്കുന്നത് CE എന്നാണ്. അതിൻ്റെ പഴയ പേര് AD എന്നാണ്, അന്നോ ഡൊമിനി എന്നാണ്. അതാണ് നമ്മുടെ പേജ് നമ്പർ 9 ഒന്ന് നോക്കുക. അവിടെ തന്നിരിക്കുന്ന ആ ഒരു ഭാഗം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നടുഭാഗത്ത് 1 എന്ന് എഴുതിയിരിക്കുന്നത് ആ ഭാഗമാണ് യേശു ക്രിസ്തു ജനിച്ചത്. അപ്പോൾ ഈ ഭാഗത്ത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ, അതായത് യേശു ക്രിസ്തു ജനിച്ച് കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന ഭാഗത്തിനെ CE എന്ന് പറയും. അതാണ് അവിടെ 1, 100, 200, 300, 400, 500 എന്നൊക്കെ എഴുതിയിരിക്കുന്ന മുന്നോട്ട് പോകുന്ന ഭാഗം. അതിപ്പോഴത്തെ നമ്മുടെ കോമൺ ഇറയാണ്, സാധാരണ വർഷം. ഇപ്പം നമ്മൾ 2025 ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ CE 2025. അടുത്തായിട്ട് നമ്മുടെ 1 എന്ന് എഴുതിയിരിക്കുന്നിടത്തുനിന്ന് പുറകിലേക്ക് പോകുന്ന ഭാഗം, അതാണ് BCE എന്ന് പറയും. അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം. അതിനെ നമ്മൾ BCE, ബിഫോർ കോമൺ ഇറ എന്നാണ് അറിയുന്നത്. അവിടെയും നമ്മൾ 1, 100, 200, 300, 500 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കാലത്തിന്, അതായത് നമ്മുടെ ക്രൊണോളജിയെ നമ്മൾ, അല്ലെങ്കിൽ ഹിസ്റ്ററിയെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട്, BCE എന്നും CE എന്നും. അത് യേശു ക്രിസ്തു ജനിച്ച് കഴിഞ്ഞതിനെ CE എന്നും, ജനിച്ച് കഴിഞ്ഞതിന് മുമ്പുള്ള കാലത്തിനെ BCE എന്നും പറയുന്നു. അടുത്തായിട്ട് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ നോക്കാം. അപ്പോൾ ഹ്യൂമൻ ഫോസിൽസ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ദാറ്റ് ഹെൽപ്പ് അസ് ടു ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ഏർലി ഹ്യൂമൻസ്. അതായത് ഹ്യൂമൻ ഫോസിൽസ്, മനുഷ്യൻ്റെ ഫോസിലുകളാണ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ്, പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് വിവരം ലഭിക്കുന്ന മാർഗത്തിനെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഹെൽപ്പ് അസ് ടു ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ഏർലി ഹ്യൂമൻസ്. പുരാതന മനുഷ്യനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് ഹ്യൂമൻ ഫോസിലാണ്. ഇനി ഫോസിൽ എന്താണെന്നാണ് നമുക്ക് വലത് സൈഡ് തന്നിരിക്കുന്നത്, അതൊന്ന് നോക്കാം. ഫോസിൽസ് ആർ ദ റിമെയിൻസ് ഓഫ് ഏൻഷ്യൻറ്റ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. Those are generally embedded in rocks and have been preserved for millions of years. അതായത് ഫോസിൽ എന്ന് പറയുന്നത് പുരാതന ചെടികൾ, അതായത് പ്ലാന്റ്സ്, അല്ലെങ്കിൽ ആനിമൽസ്, അതും അല്ലെങ്കിൽ ഹ്യൂമൻസ്, മനുഷ്യൻസ്, ഇവരുടെയൊക്കെ റിമെയിൻസ്, അവശിഷ്ടങ്ങൾ, അവർ മരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് മരിച്ചു കഴിയുമ്പോൾ പ്ലാന്റ്സ് ആണെങ്കിൽ അത് മറിഞ്ഞ് വീണ് കിടക്കുക ഒക്കെ ചെയ്യുമ്പോൾ, അങ്ങനെ അത് മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുക, പ്രിസർവ് ചെയ്യപ്പെടും. എവിടെയാണ് പ്രിസർവ് ചെയ്യപ്പെടുന്ന? മണ്ണിലല്ല, പാറകൾക്കുള്ളിൽ പ്രിസർവ് ചെയ്യപ്പെടും, സംരക്ഷിക്കപ്പെടും. അങ്ങനെ വർഷങ്ങളോളം, മില്യൺസ് ഓഫ് ഇയേഴ്സ്, അതായത് നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇതിനകത്ത് ഈ പാറയ്ക്കുള്ളിൽ കിടന്നു കഴിയുമ്പോൾ ഇതിൻ്റെ റിമെയിൻസ് അവിടെ കാണും. പാറയൊക്കെ പൊട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ റിമെയിൻസ് കിട്ടും, അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഈ അവശിഷ്ടങ്ങളെയാണ് ഫോസിലുകൾ എന്ന് പറയും. ഈ ഫോസിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പുരാതന മനുഷ്യരുടെ ജീവിത രീതികൾ, അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ ഒക്കെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഹ്യൂമൻ ഫോസിലാണ് ഏർലി ഹ്യൂമൻസിനെ നമുക്ക് പറ്റി പഠിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് സോഴ്സ്. അതപ്പോൾ നമുക്ക് ഒന്നുകൂടെ അതിലേക്ക് വരാം. ഹ്യൂമൻ ഫോസിൽസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് sources that help us to learn about the history of early humans. അത് നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അടുത്തായിട്ട് it is by scientifically calculating the age of such fossils that the history of the origin and evolution of humans is written. അതായത് ഈ മനുഷ്യൻ്റെ രൂപീകരണവും, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായതെന്നും, മനുഷ്യൻ ഈ രീതിയിലേക്ക് മാറ്റപ്പെട്ടതൊക്കെ, കുരങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് മാറ്റപ്പെട്ട് വന്നത് എങ്ങനെയൊക്കെയാണെന്നും അതിൻ്റെ വർഷങ്ങളുമൊക്കെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് പഠിക്കാൻ സാധിക്കുന്നത് ഈ ഫോസിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ട ഇതാണ്: ഹ്യൂമൻ ഫോസിൽസ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് അസ് ടു ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ഏർലി ഹ്യൂമൻസ്. അടുത്തതായി ഹ്യൂമൻ എവല്യൂഷൻ. അപ്പം മനുഷ്യൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ്, അവരുടെ രൂപാന്തരണം എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് വാസ് ചാൾസ് ഡാർവിൻ ഹൂ പ്രൊപ്പോസ്ഡ് എ സയൻറ്റിഫിക് വ്യൂ ഓൺ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അതായത് മനുഷ്യൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, മനുഷ്യൻ രൂപപ്പെട്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിണാമം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് സയൻറ്റിഫിക്കായിട്ട് ഒരു വ്യൂ മുന്നോട്ട് വെച്ചത്, ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആള് ചാൾസ് ഡാർവിനാണ്. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാം. അതിൻ്റെ താഴെ ആരാണ് ചാൾസ് ഡാർവിൻ എന്ന് നോക്കിയിട്ട് പോകാം. താഴെ തന്നിരിക്കുന്നു ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആയിട്ട്. Charles Darwin was born in England on February 12,
1809, അതായത് 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിൽ ജനിച്ച ആളാണ് ചാൾസ് ഡാർവിൻ. ഹി ഈസ് എ നാച്ചുറലിസ്റ്റ് ഹു ഹെൽപ്ഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസസ് ദാറ്റ് ലെഡ് ടു ദ ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് ആൻഡ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജീവനുകളെ പറ്റിയും അവരുടെ ഡൈവേഴ്സിറ്റിയും അവരുടെ ജീവിത രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ച ആളാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരുന്ന ആളാണ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത്. Darwin explained through its history of evolution that all living species evolved over a period of time and took millions of years to reach its present form. അതായത് നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് ഈ ജീവികൾ അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ എത്തിച്ചേരുന്നതിന് മില്യൺസ് ഓഫ് ഇയേഴ്സ്, അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹമാണ് മനുഷ്യൻ്റെ രൂപാന്തരണത്തിലേക്ക് ഒക്കെ നയിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പഠനം നടത്തിയ ആളാണ് ചാൾസ് ഡാർവിൻ. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഇറ്റ് വാസ് ചാൾസ് ഡാർവിൻ ഹൂ പ്രൊപ്പോസ്ഡ് എ സയൻറ്റിഫിക് വ്യൂ ഓൺ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ബാക്കി നോക്കാം. ഹി സജസ്റ്റഡ് ദാറ്റ് ഹ്യൂമൻ ഹാവ് ഒറിജിനേറ്റഡ് ത്രൂ ഓർഗാനിക് ചേഞ്ചസ് ദാറ്റ് took place over a long period of time. അതായത് ഹി സജസ്റ്റഡ്, അയാൾ പറയുന്നത് എങ്ങനെയാണ്, ഹ്യൂമൻ വാസ് ഒറിജിനേറ്റഡ് ത്രൂ ഓർഗാനിക് ചേഞ്ചസ്, അതായത് മനുഷ്യനുണ്ടായിട്ടുള്ളത് ഓർഗാനിക് ചേഞ്ചസിൽ കൂടിയാണ്. ദാറ്റ് ടുക്ക് പ്ലേസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു വലിയ കാലത്തെ സമയമെടുത്ത്, ഒരുപാട് സമയമെടുത്തുണ്ടായ ഒരു ഓർഗാനിക് ചേഞ്ചിൽ കൂടിയാണ് മനുഷ്യൻ, ഇന്ന് കാണുന്ന മനുഷ്യൻ രൂപപ്പെട്ടത് എന്ന് പറയുന്നത്. ഹി കോൾഡ് ദിസ് പ്രോസസ് എവല്യൂഷൻ. അദ്ദേഹം ഇതിനെ വിളിച്ച പേരാണ് എവല്യൂഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് എവല്യൂഷൻ എന്താണെന്ന് ചോദിക്കാം. എവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എഴുതണം. ഇറ്റ് വാസ് ചാൾസ് ഡാർവിൻ ഹൂ പ്രൊപ്പോസ്ഡ് എ സയൻറ്റിഫിക് വ്യൂ ഓൺ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതായത് ചാൾസ് ഡാർവിനാണ് മനുഷ്യൻ്റെ എവല്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു സയൻറ്റിഫിക് വ്യൂ മുന്നോട്ട് വെച്ചത്. He suggested that humans have originated through organic changes that took place over a long period of time. അതായത് അദ്ദേഹത്തിൻ്റെ സജഷനിൽ മനുഷ്യൻ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ചേഞ്ചിൽ കൂടിയാണ്. അതായത് അത് ഒരു വലിയ കാലയളവിൽ, ഒരു വലിയ സമയം എടുത്ത് ഉണ്ടായ ഒരു ഓർഗാനിക് ചേഞ്ചിൽ കൂടിയാണ് മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത്. ഹി കോൾഡ് ദിസ് പ്രോസസ് എവല്യൂഷൻ. അദ്ദേഹം ഇതിനെ വിളിച്ച പേരാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. ഹി പ്രസൻറ്റഡ് ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ഓൺ ഹിസ് ബുക്ക് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് പബ്ലിഷ്ഡ് ഇൻ 1859. അദ്ദേഹത്തിൻ്റെ ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബുക്കിലാണ്. ആ ബുക്കിൻ്റെ പേര് പഠിക്കണം. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, അതായത് ചാൾസ് ഡാർവിൻ്റെ ബുക്കിൻ്റെ പേര് അത് നമ്മൾ കൃത്യമായിട്ട് കാണാൻ പഠിച്ചിരിക്കണം. അതിൻ്റെ പേര് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അതിലാണ് അദ്ദേഹം ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് എൻസിസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ്, അതായത് മനുഷ്യരുടെ പൂർവികരെ പറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഏർലി ഹ്യൂമൻസ് ഇവോൾവ്ഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അതായത് ഈ പൂർവികരായിട്ടുള്ള മനുഷ്യർ മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ, അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായവരാണ്. ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. അതായത് ഹ്യൂമൻ്റെ എവല്യൂഷൻ ആദ്യമായിട്ടുണ്ടായത് പ്രൈമേറ്റ്സിൽ നിന്നാണ്. പ്രൈമേറ്റ്സ് എന്ന് വെച്ചാൽ കാറ്റഗറി ഓഫ് മാമൽസ് ആണ്. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ദാറ്റ് ഇൻക്ലൂഡ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ. അതായത് താഴെ നമുക്കൊരു ഫ്ലോ ചാർട്ട് തന്നിരിക്കുന്നു. അതിനകത്ത് എവല്യൂഷൻ്റെ വേരിയസ് സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 10 അതുള്ളത്. അപ്പോൾ അതിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പ്രൈമേറ്റ്സ് ആണ്. പ്രൈമേറ്റ്സ് എന്ന് വെച്ചാൽ എ കാറ്റഗറി ഓഫ് മാമൽസ് ആണ്. അതായത് മാമലുകളുടെ ഒരു കാറ്റഗറി. മാമൽസ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്നവരെയാണ് മാമൽസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യമായിട്ടുള്ളത് ഒരു പ്രൈമേറ്റ്സ് ആണ്. ഇവരൊക്കെ കുരങ്ങ് വർഗ്ഗത്തിൽപ്പെടുന്ന ആളുകളാണ്. പ്രൈമേറ്റ്സ് ആണ്. അവർ എ കാറ്റഗറി ഓഫ് മാമലാണ്. അപ്പം പ്രൈമേറ്റ്സ് പിന്നീട് എന്തായിട്ട് മാറി? ഹൊമിനോയിഡ്സ് ആയിട്ട് മാറി. ഹൊമിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ വോക്ക്ഡ് ഓൺ 4 legs, അതായത് 4 കാലിൽ നടക്കുന്ന ഒരു ജീവി. അതാണ് ഹൊമിനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം 4 കാലിൽ നടക്കുന്ന ഒരു മാമലായിട്ട് മാറി. അതിനുശേഷം ഹൊമിനോയിഡ്സ് എന്തായിട്ടായി? ഹൊമിനിഡ്സ് ആയിട്ട് മാറി. ഹൊമിനിഡ്സ് എന്ന് പറഞ്ഞാൽ വോക്ക്ഡ് ഓൺ 2 legs, അതായത് 2 കാലിൽ നടക്കുന്ന ജീവി അല്ലെങ്കിൽ 2 കാലിൽ നടക്കുന്ന ഒരു കുരങ്ങ് എന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ അതാണ് ഹൊമിനിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആദ്യമേ പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽ. രണ്ടാമത് ഹൊമിനോയിഡ്സ്, എ വോക്ക്ഡ് ഓൺ 4 legs. അടുത്തത് ഹൊമിനിഡ്സ്, അതായത് വോക്ക്ഡ് ഓൺ 2 legs, 2 കാലിൽ നടക്കുന്ന ഹൊമിനിഡ്സ് ആയി. ഇനി ഹൊമിനിഡ്സ് തന്നെ 2ആയിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് ഓസ്ട്രോലോപിറ്റെക്കസ്. അതായത് ഓസ്ട്രോലോപിറ്റെക്കസ് എന്ന് പറയുന്നത് ഒരു 40 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അതൊരു 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു സ്പീഷീസ്, അതായത് ആ ഒരു വിഭാഗം ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. എന്ന് വെച്ചാൽ നമ്മുടെ പണ്ട് ഡൈനോസറൊക്കെ ഉണ്ടായിട്ട് അത് ഇല്ലാതായില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിഭാഗം ഉണ്ടായി. ഒരു 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭൂമിയിൽ നിന്നും ഇല്ലാതായതാണ്. ഏത്? ഓസ്ട്രോലോപിറ്റെക്കസ്. അതുകൊണ്ടാണ് അത് അവിടെ കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഹൊമിനോയിഡ്സ് 2ആയിട്ട് മാറി. ഒന്ന് ഓസ്ട്രോലോപിറ്റെക്കസും അടുത്തത് ഹോമോയും.
അപ്പോൾ ഹോമോ പിന്നീട് 3ആയിട്ട് മാറുകയുണ്ടായി. ഹോമോ മാറിയത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഹോമോ ഹാബിൽസ് എന്ന് വെച്ചാൽ ദ ടൂൾ മേക്കേഴ്സാണ്, അതായത് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ടൂൾസൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം കല്ലുകളാവാം, അതല്ലെങ്കിൽ കമ്പുകളാവാം, ഇതൊക്കെ ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം കുരങ്ങൾ, അതാണ് ഹോമോ ഹാബിൽസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഹോമോ ഇറക്റ്റസ് ആണ്. ഹോമോ ഇറക്റ്റസ് എന്ന് വെച്ചാൽ അപ്രൈറ്റ് ഹ്യൂമൻസ് ആണ്, അതായത് ചില മൂല്യങ്ങളൊക്കെ ഉള്ള മനുഷ്യർ എന്ന് വെച്ചാൽ ഹോണസ്റ്റ്, ദേഷ്യം, സ്നേഹം, വിശ്വാസം, ഇങ്ങനെയൊക്കെയുള്ള മൂല്യങ്ങളുള്ള ഒരു തരം കുരങ്ങൾ, അതാണ് ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഹോമോ സാപ്പിയൻസ് ആണ്, അതായത് വൈസ് ഓർ തിങ്കിങ് മാൻ, അതായത് മനുഷ്യരെ പോലെ ചിന്തിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ബുദ്ധിയുള്ള ആളുകൾ, അതാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ഈ ഹോമോ സാപ്പിയൻസ് ആയിട്ടാണ് നമ്മൾ ഈ മനുഷ്യരുടെ ആദ്യ വിഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഹോമോ സാപ്പിയൻസിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇതിങ്ങനെയാണ്. ഒന്ന് പ്രൈമേറ്റ്സ്, അടുത്തത് ഹൊമിനോയിഡ്സ്, അടുത്തത് ഹൊമിനിഡ്സ്, അടുത്തത് ആ ഹൊമിനിഡ്സ് തന്നെ 2ആയിട്ട് തിരിഞ്ഞു, ഓസ്ട്രോലോപിറ്റെക്കസും അതുപോലെ തന്നെ ഹോമോയും. ഹോമോ വീണ്ടും 3ആയിട്ട് തിരിഞ്ഞു, ഹോമോ ഹാബിൽസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. താഴെ തന്നിരിക്കുന്ന നോക്കാം. യു ഹാവ് സീൻ ദ ഫ്ലോ ചാർട്ട് ഓഫ് ഹോമോ ഹാബിൽസ്, ഹോമോ ഇറക്റ്റസ് ആൻഡ് ഹോമോ സാപ്പിയൻസ് വേർ ദ സബ് ഗ്രൂപ്പ്സ് ഓഫ് ഹോമോ. അതായത് നമുക്കിതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഹോമോ ഹാബിൽസും ഹോമോ ഇറക്റ്റസും ഹോമോ സാപ്പിയൻസും ഒക്കെ എന്താണ്? ഹോമോ എന്ന് പറയുന്നതിൻ്റെയുള്ള സബ് ഗ്രൂപ്പുകളാണ്. ദ ഹ്യൂമൻ സ്പീഷ്യസ് ടു വിച്ച് വാസ് ബിലോങ് ടു ഹോമോ സാപ്പിയൻസ്, അതായത് ഹ്യൂമൻ സ്പീഷ്യസ് മനുഷ്യവർഗം ഉണ്ടായിരിക്കുന്നത് ഹോമോ സാപ്പിയൻസിൽ നിന്ന്. അപ്പോൾ ഇത് നമുക്കൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ എവല്യൂഷൻ ഫ്ലോ ചാർട്ടാണ്. ആ ഹ്യൂമൻ എവല്യൂഷൻ ഫ്ലോ ചാർട്ട് ഇങ്ങനെയാണ്, ഒന്നും കൂടെ പറയാം. പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. ഹൊമിനോയിഡ്സ് walked on 4 legs. ഹൊമിനിഡ്സ് walked on 2 legs. ഹൊമിനിഡ്സിനെ 2ആയിട്ട് തിരിക്കാം. ഓസ്ട്രോലോപിറ്റെക്കസ്, അതുപോലെ ഹോമോയെ 3ആയിട്ട് തിരിക്കുന്നു. ഹോമോ ഹാബിൽസ്, ദ ടൂൾ മേക്കർ. ഹോമോ ഇറക്റ്റസ്, അപ്രൈറ്റ് ഹ്യൂമൻസ്. ഹോമോ സാപ്പിയൻസ്, വൈസ് ഓർ തിങ്കിങ് മാൻ. അപ്പോൾ നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു. പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിങ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഹ്യൂമൻ എവല്യൂഷൻ്റെ വേരിയസ് സ്റ്റേജുകളും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എഴുതി വെച്ചാൽ മതി. അടുത്തായിട്ട് വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് അവരുടെ വളർച്ച എങ്ങനെയുണ്ടാകുന്നത്, അതിൻ്റെ സ്റ്റേജുകൾ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ മനുഷ്യർ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കിനി മനുഷ്യൻ്റെ വളർച്ചയെ പറ്റി പറയാം, അതായത് നമ്മളിപ്പം കാണുന്ന മനുഷ്യരിലേക്കൊക്കെ എത്തിച്ചേർന്ന് എങ്ങനെയാണെന്ന്. അപ്പോൾ ഏർലി ഹ്യൂമൻസ് ലീവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്, അതായത് പുരാതന മനുഷ്യർ താമസിച്ചിരുന്നത് എവിടെയാണ്? ഫോറസ്റ്റിലാണ്, കാട്ടിലാണ് താമസിച്ചിരുന്നത്. ദേ ലീവ്ഡ് ബൈ ഗാദറിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഹണ്ടിങ് ആനിമൽസ് ടു ഈറ്റ് ദെയർ മീറ്റ്. അതായത് അവർ ഗാദറിങ് ഫ്രൂട്ട്സുകളൊക്കെ ഗാദർ ചെയ്തും വെജിറ്റബിൾസ് ഗാദർ ചെയ്തും അതുപോലെ തന്നെ ഹണ്ടിങ് ആനിമൽസുകളൊക്കെ വേട്ടയാടി അവരുടെ മാംസമൊക്കെ കഴിച്ചാണ് വരുന്നത്. ദേ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൺ. അവരുടെ സറൗണ്ടിങ്സിലുള്ള ചുറ്റുപാടിലുള്ള റഫ് സ്റ്റോണുകൾ, പരിക്കൻ കല്ലുകൾ ടൂൾസായിട്ട് ഉപയോഗിക്കും. ഈ മൃഗങ്ങളെയൊക്കെ പിടിക്കുന്നതിനും ഫ്രൂട്ട്സുകളൊക്കെ എടുക്കുന്നതിനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് കിട്ടിയാൽ അത് ചിലപ്പോൾ പൊട്ടിച്ചെടുക്കണമായിരിക്കും, ചിലപ്പോൾ എറിഞ്ഞിടണമായിരിക്കും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവർ റഫ് സ്റ്റോണുകൾ സറൗണ്ടിങ്സിൽ നിന്ന് എടുത്തു. സിൻസ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ആസ് വെപ്പൺസ്, ദിസ് പീരീഡ് ഈസ് കോൾഡ് സ്റ്റോൺ ഏജ്. അവർ ഇങ്ങനെ സ്റ്റോണുകളെ, അതായത് കല്ലുകളെ അവരുടെ വെപ്പണായിട്ട് ഉപയോഗിക്കുന്ന, അവരുടെ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന കാലത്തിനെ അറിയപ്പെടുന്ന പേരാണ് സ്റ്റോൺ ഏജ്. അപ്പോൾ നമുക്കൊരു ചോദ്യം വരാം, സ്റ്റോൺ ഏജ് എന്താണെന്ന്. അപ്പോൾ സ്റ്റോൺ ഏജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഏർലി ഹ്യൂമൻസ്, അതായത് ദേ എന്നുള്ളിടത്ത് നമ്മൾ മാറ്റി ഏർലി ഹ്യൂമൻസ് എന്നാക്കണം. ദ ഏർലി ഹ്യൂമൻസ് യൂസ്ഡ് റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൺ. അതായത് ഏർലി ഹ്യൂമൻസ്, പുരാതന മനുഷ്യർ റഫ് സ്റ്റോണുകളെ, പരിക്കൻ കല്ലുകളെ അവരുടെ വെപ്പണായിട്ട്, സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്ന പരിക്കൻ കല്ലുകളെ വെപ്പണായിട്ട് ഉപയോഗിച്ചു, ആയുധമായിട്ട് ഉപയോഗിച്ചു. സിൻസ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ആസ് വെപ്പൺസ്, ദിസ് പീരീഡ് ഈസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്. അതായത് കല്ല് ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഈ കാലത്തിനെ പറയുന്ന പേരാണ് സ്റ്റോൺ ഏജ്. ഭാഗം നോക്കാം. ബേസ്ഡ് ഓൺ ദ ഡെവലപ്മെൻറ്റ് അച്ചീവ്മെൻറ്റ് ഓവർ ടൈം ഇൻ വെപ്പൺ ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്, ദ സ്റ്റോൺ ഏജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 സ്റ്റേജസ്. അതായത് ഇങ്ങനെ കല്ല് ഉപയോഗിക്കുന്ന കാലത്തിനെ തന്നെ, അതായത് അവർ വെപ്പണായിട്ടും ടൂൾസൊക്കെ ആയിട്ട് കല്ല് ഉപയോഗിക്കുന്ന കാലത്തിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് താഴെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് പാലിയോലിതിക് ഏജ്, രണ്ടാമത്തേത് മിസോലിതിക് ഏജ്, അടുത്തതായിട്ട് നിയോലിതിക് ഏജ്. അപ്പോൾ സ്റ്റോൺ ഏജിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? പാലിയോലിതിക് ഏജ് എന്നും
മിസോലിതിക് ഏജ് എന്നും നിയോലിതിക് ഏജ് എന്നും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേജ് നമ്പർ 11 നോക്കാം. നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വേരിയസ് സ്റ്റോൺ ഏജ് പീരീഡ്. അതായത് ഈ സ്റ്റോൺ ഏജ് പീരീഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒന്നാമത്തെ നോക്കാം, പാലിയോലിതിക് ഏജ്. അവിടെ പടം തന്നിരിക്കുന്നു. അവിടെ എന്താണ് പടം തന്നിരിക്കുന്നത്? ദ ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് പാലിയോലിതിക് ഏജ് ആണ്. അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്. അതായത് പരിക്കൻ കല്ലുകൾ, റഫായിട്ടുള്ള ആ വാക്ക് നമ്മൾ കൃത്യമായിട്ട് പറയണം. യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്. അതായത് പരിക്കൻ കല്ലുകളെ അവരെന്താണ് ടൂൾസായിട്ട് ഉപയോഗിച്ചു. മൂന്നാമത്തേത് ഗാദറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അതായത് അവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ഗാദറിങ് ആൻഡ് ഹണ്ടിങ്, അതായത് ഈ പറഞ്ഞ പോലെ കളക്ട് ചെയ്യുക, സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കളക്ട് ചെയ്തും ഹണ്ട് ചെയ്തും ഒക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ പാലിയോലിതിക് ഏജിൻ്റെ ഈ ഫീച്ചർ നിർബന്ധമായിട്ടും പഠിക്കണം. എന്താണ്? ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്. അതായത് പാലിയോലിതിക് ആണ് ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്. പാലിയോലിതിക് കാലഘട്ടത്തിൽ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്. അതായത് പരിക്കൻ കല്ലുകളെ അവർ ടൂൾസായിട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഗാദറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അവർ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാദറിങ് ഹണ്ടിങ്ങുമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അടുത്തത് മിസോലിതിക് ഏജ് ആണ്. ഈ മിസോലിതിക് ഏജിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ പിക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, യൂസ്ഡ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്. അതായത് ഇവർ ഈ കുറച്ചുകൂടി ചെറിയ നല്ല ഫൈനായിട്ടുള്ള സ്റ്റോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ മിനുസമുള്ള ചെറിയ കല്ലുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അടുത്തത് യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. അതായത് ഈ എഡിബിൾ ഗ്രാസ്, അതായത് കഴിക്കാൻ പറ്റുന്ന പുല്ലുകളും ഫിഷുകളും ഒക്കെ ഫുഡായിട്ട് സ്വീകരിക്കാൻ തുടങ്ങി. ആനിമൽ സ്കിൻസ്, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്സ്. അതായത് ആനിമൽ സ്കിൻ, അതായത് ഈ മൃഗങ്ങളുടെ തോലുകൾ, മരത്തിൻ്റെ തൊലിയൊക്കെ, ഇലകൾ ഒക്കെ എന്തായിട്ട് ക്ലോത്തിങ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് മിസോലിതിക് ഏജിൻ്റെ പ്രത്യേകത. അപ്പോൾ മിസോലിതിക് ഏജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. യൂസ്ഡ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്. അതായത് മുമ്പ് ആദ്യം പറഞ്ഞത് റഫ് ആയിരുന്നു പാലിയോലിതിക്കിൽ. ഇവിടെ മിസോലിതിക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർ സ്മോളർ ഫൈൻ ആയിട്ടുള്ള സ്റ്റോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. യൂസ്ഡ് എഡിബിൾ ഗ്രാസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. അതായത് മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഇവിടെ ഗ്രാസുകൾ, എഡിബിളായിട്ടുള്ള കഴിക്കാൻ കൊള്ളാവുന്ന പുല്ലുകളും അതുപോലെ ഫിഷും ഒക്കെ ആഹാരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആനിമൽ സ്കിൻ, മൃഗങ്ങളുടെ തോല്, ബാർക്ക് ഓഫ് ട്രീസ്, ഈ മരത്തിൻ്റെ തൊലി, ആൻഡ് ലീവ്സ്, ഇലകൾ ഒക്കെ അവർ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അടുത്തതാണ് നിയോലിതിക് ഏജ്. നിയോലിതിക് ഏജിലാകുന്നപ്പോഴും യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അതായത് നല്ലപോലെ റിഫൈൻ ചെയ്തിട്ട് മുമ്പ് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഫൈനാക്കി, അതുപോലെ സ്റ്റോണുകൾ പോളിഷ്ഡ് ആക്കി. അതായത് ഉപയോഗിക്കുന്ന കല്ലുകൾ നല്ല മിനുസമുള്ള, നല്ലപോലെ റിഫൈൻ ചെയ്ത് മിനുസപ്പെടുത്തിയാണ് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്. അവർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. മുമ്പൊക്കെ അവർ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ എടുത്ത് കഴിക്കാൻ ചെയ്യുന്നത്. ഇപ്പോൾ അവർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്. അടുത്തതായിട്ട് ഇൻവെൻറ്റഡ് വീൽസ് ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. അതായത് വീലുകൾ കണ്ടുപിടിച്ചു. അതായത് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉരുളൻ തടികളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു വീല് പോലെ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി, പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി, മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അതാണ് നിയോലിതിക് ഏജിലേക്ക് വന്നപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം സ്റ്റോൺ ഏജിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്റ്റോൺ ഏജ് 3 എണ്ണമാണ്: പാലിയോലിതിക് ഏജ്, മിസോലിതിക് ഏജ്, നിയോലിതിക് ഏജ്. നിയോലിതിക് ഏജ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നുകൂടെ പറയാം. യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അതായത് റിഫൈൻ ചെയ്ത, പോളിഷ് ചെയ്ത സ്റ്റോൺ ടൂളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അവിടെ പരിക്കനായിരുന്നു, രണ്ടാമത് കുറച്ചുകൂടി ഫൈൻ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് പോളിഷ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അടുത്തതായിട്ട് അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്, കൃഷി ആരംഭിച്ചു. അടുത്തതായിട്ട് ഇൻവെൻറ്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി, വീലുകൾ കണ്ടുപിടിക്കുകയും മൺപാത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ പല ഘട്ടങ്ങൾ. ഇത് 3ഉം സ്റ്റോൺ ഏജിൻ്റെ ഭാഗമാണ്. സ്റ്റോൺ ഏജിനെ നമ്മൾ ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് വന്നിരിക്കുന്നു. ഭീംബെട്ക. ഭീംബെട്ക ഇൻ മധ്യപ്രദേശ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോക്ക് ഷെൽട്ടർ ഇൻ ഇന്ത്യ വിച്ച് വാസ് ഇൻഹാബിറ്റഡ് ബൈ സ്റ്റോൺ ഏജ് ഹ്യൂമൻസ്. അതായത് ഈ സ്റ്റോൺ ഏജ് കാലത്തിൽ ജീവിക്കപ്പെട്ട മനുഷ്യർ, അതായത് ശിലായുഗത്തിൽ ജീവിക്കപ്പെട്ട മനുഷ്യരുടെ ഒരു പ്രധാനപ്പെട്ട ഷെൽട്ടറാണ്, അവരുടെ അഭയകേന്ദ്രം അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്നൊരു ഭാഗമാണ് ഈ മധ്യപ്രദേശിലെ ഭീംബെട്ക എന്ന് പറയുന്നത്. ദ പെയിൻറ്റിങ്സ് ഇൻസൈഡ് ദിസ് കേവ് ടെൽസ് അസ് അബൌട്ട് ദ വേരിയസ് വേസ് ഓഫ് ലൈഫ് ഓഫ് ഏൻഷ്യൻറ്റ് ഹ്യൂമൻസ്. അതായത് ഈ മനുഷ്യരുടെ
അല്ലെങ്കിൽ ഈ പ്രാചീന മനുഷ്യരുടെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു എന്ന് ഇതിനകത്തുള്ള പെയിൻറ്റിങ്സുകൾ, ഈ ഗുഹകളിലുള്ള പെയിൻറ്റിങ്സുകൾ നമുക്ക് മനസ്സിലാക്കി തരും. ദീസ് കേവ് പെയിൻറ്റിങ്സ് ആർ ഓൾസോ എ പ്രൂഫ് ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ. അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവർ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നു. അന്നിങ്ങനെ എഴുത്ത് രീതികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പടങ്ങൾ വരച്ചുമൊക്കെയാണ് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അവരുടെ ഒരു കമ്മ്യൂണിക്കേറ്റ് രീതിയുടെ ഒരു തെളിവ് കൂടിയാണ് ഈ ഭീംബെട്ക എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഈ ഗുഹകൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പേജ് നമ്പർ 12 നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പാലിയോലിതിക്, മിസോലിതിക് ആൻഡ് നിയോലിതിക് പീരീഡ്സ് ഓൺ സ്ട്രൈപ്പ് ആൻഡ് പ്ലേസ് ദം ഇൻ എ ബൗൾ. അതായത് ഈ പാലിയോലിതിക്കിലെ, മിസോലിതിക്കിലെ, നിയോലിതിക്കിലെ ഒക്കെ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ടല്ലോ, ഒരു സ്ട്രൈപ്പിൽ, ഒരു പേപ്പർ കഷ്ണത്തിൽ എഴുതിയിട്ട് ഒരു ബൗളിനകത്ത് ഇട്ട് വെക്കുക. അറേഞ്ച് ദ ചാർട്ട് വിത്ത് ദ നെയിംസ് ഓഫ് ദി സ്റ്റോൺസ് ഏജ് പീരീഡ്സ് ഇൻ ദ ക്ലാസ് റൂം. അതായത് ഈ നമ്മൾ ഈ പറഞ്ഞ 3 സ്റ്റോൺ ഏജ് പീരീഡുകളും, പാലിയോലിതിക്കും മിസോലിതിക്കും നിയോലിതിക് ഏജുകളൊക്കെ ഒരു ചാർട്ടിനകത്ത് ഒട്ടിച്ച് അത് നമ്മുടെ ക്ലാസ്സിൽ വെക്കുക. ദ ചിൽഡ്രൻ മേ പിക്ക് ദ സ്ട്രൈപ്സ് ഫ്രം ദ ബൗൾ ആൻഡ് പേസ്റ്റ് ഓൺ ദ കറസ്പോണ്ടിങ് ചാർട്ട് ഇൻ ദ കറക്റ്റ് ഓർഡർ. അതായത് ഈ കുട്ടികൾ ഇത് എടുത്തിട്ട് ഇതിൽ ഏത് ചാർട്ടിലാണ് ഒട്ടിക്കേണ്ടതെന്ന് അവർ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ പാലിയോലിതിക് ഏജിനും മിസോലിതിക് ഏജിനും നിയോലിതിക് ഏജിനും ഓരോ ചാർട്ട് വീതം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൗളിലിട്ടിരിക്കുന്ന ഈ സ്ട്രൈപ്പ് എടുത്ത് വായിച്ച് നോക്കിയിട്ട് ഇത് ഏതിനകത്ത് വരുന്നതാണെന്ന് കണ്ടെത്തി അത് ഒട്ടിക്കാൻ ഒരു ആക്ടിവിറ്റിയായിട്ട് വന്നിരിക്കുന്നത്. ഇത് ക്ലാസ് റൂമിൽ ചെയ്യാനുള്ളതാണ്. അടുത്തതായിട്ട് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്, അതായത് കൃഷിയുടെ ആരംഭവും അവരുടെ സ്ഥിരതാമസവും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യു മേ ഹാവ് സീൻ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദ നിയോലിതിക് പീരീഡ്. അപ്പോൾ നമ്മൾ നിയോലിതിക് പീരീഡിലാണ് കൃഷി തുടങ്ങിയത് എന്ന് നമ്മൾ പറഞ്ഞു. ആസ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ് ഇറ്റ് ബിക്കം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ദെയർ ഫാം ലാൻഡ്സ്. അതായത് കൃഷി തുടങ്ങിയപ്പോൾ അവരുടെ കൃഷിസ്ഥലങ്ങളുടെ അടുത്ത് താമസിക്കേണ്ടതായിട്ട് വന്നു. ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് പുരാതന ആളുകൾ, ഏർലി ഹ്യൂമൻസ് എന്തിനാണ് കൃഷിസ്ഥലങ്ങളുടെ അടുത്ത് താമസിച്ചതെന്ന്. അപ്പോൾ അവർ കൃഷി ചെയ്യുന്ന സമയത്ത് അവരവരുടെ കൃഷിസ്ഥലങ്ങളുടെ അടുത്ത് താമസിക്കേണ്ട അവസ്ഥയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? ദേ സെറ്റിൽഡ് നിയർ ദെയർ ഫാംസ് ടു മെയിൻറ്റെയിൻ ദ ക്രോപ്സ്. അതായത് അവരുടെ വിളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അവിടെ താമസിക്കണം. അതുപോലെ പ്രൊട്ടക്ട് ദ ഫീൽഡ് ഫ്രം ദ വൈൽഡ് ആനിമൽസ്. ഈ കാട്ടുമൃഗങ്ങളൊക്കെ വന്നിട്ട് അവരുടെ കൃഷി നശിപ്പിക്കാതിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് ടു കെയർ ദെയർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. അതായത് അവരുടെ ഈ ഇണക്കി വളർത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ, പട്ടി, കുതിരയൊക്കെ ഇണക്കി വളർത്തുന്ന മൃഗങ്ങളാണ്. അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവരവിടെ അവരുടെ ഫാം ലാൻഡിൻ്റെ അടുത്ത് തന്നെ താമസിച്ചു. അപ്പം ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ചോദ്യം അവിടെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, അവിടെ ചോദ്യം ഉള്ളതുമാണ്. എങ്കിലും നമുക്ക് നോക്കാം. അതാണ് ആസ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ് ഇറ്റ് ബിക്കം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ഫാം ലാൻഡ്സ്. അതായത് അവർ കൃഷി തുടങ്ങിയപ്പോൾ അവരുടെ ഫാം ലാൻഡിൻ്റെ അടുത്ത് സെറ്റിൽ ചെയ്യാൻ നിർബന്ധിതരായി. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് 3 കാരണങ്ങളാണ്. ഒന്ന്, ദേ സെറ്റിൽഡ് നിയർ ദെയർ ഫാംസ് ടു മെയിൻറ്റെയിൻ ദ ക്രോപ്സ്, അതായത് വിളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അടുത്തത് പ്രൊട്ടക്ട് ദ ഫീൽഡ്സ് ഫ്രം വൈൽഡ് ആനിമൽസ്, വൈൽഡ് ആനിമൽസിൽ നിന്നും അവരുടെ വിളകളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. മൂന്നാമത്തേത് ടു കെയർ ഫോർ ദെയർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, അവരുടെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത വളർത്തുമൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത് നോക്കാം. വാട്ട് ഓൾ ചേഞ്ചസ് മൈറ്റ് സെറ്റിൽഡ് ലൈഫ് ഹാവ് ബോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻസ്. അതായത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ സെറ്റിൽഡ് ലൈഫ്, അതായത് സ്ഥിരതാമസമാക്കിയത് കൊണ്ട് അവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അവിടെ നോക്കാം. സെറ്റിൽഡ് ലൈഫ് ആൻഡ് ചേഞ്ചസ്, അതായത് സെറ്റിൽഡ് ലൈഫും ചേഞ്ചസും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഡീവെല്ലിംഗ് ബിഗാൻ ടു ബി ബിൽഡ്. അതായത് അവരവരുടെ വാസസ്ഥലങ്ങൾ, അപ്പോൾ അവരുടെ അടുത്ത് സ്ഥിരമായിട്ട് താമസിക്കണമല്ലോ, അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അവർ നിർമ്മിക്കാൻ തുടങ്ങി. അടുത്തതായിട്ട് പീപ്പിൾ ബിഗാൻ ടു ഇൻട്രാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. അതായത് ഈ ആളുകൾ തമ്മിൽ പരസ്പരം കൂടുതൽ ഇടപഴകാൻ തുടങ്ങി. അതായത് മനുഷ്യർ തമ്മിൽ കൂടുതൽ അടുത്ത് ഇടപഴകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു സോഷ്യൽ ലൈഫ് അവർ ആരംഭിച്ചു, അതായത് ഒരു സാമൂഹ്യ ജീവിതം അവർ ആരംഭിച്ചു. അടുത്തത് സെറ്റിൽമെൻറ്റ്സ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. അതായത് ഇങ്ങനെ താമസിക്കുമ്പം അതെന്തായി, പതിയെ വില്ലേജുകളായി, പിന്നെ അതൊക്കെ അർബൻ സെൻറ്ററുകൾ, നഗര കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് മാറി തുടങ്ങി. അപ്പോൾ സെറ്റിൽഡ് ലൈഫിലുണ്ട്, അതായത് മനുഷ്യൻ ജീവിക്കാൻ സെറ്റിൽഡ് ലൈഫ് തുടങ്ങിയതോടുകൂടി ഉണ്ടായ ചേഞ്ചസ് ആണ് പറഞ്ഞത്. അപ്പോൾ 3 ചേഞ്ചസ് ആണ്, ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. സെറ്റിൽഡ് ലൈഫ് ആൻഡ് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയുക. ഒന്നാമത്തെ ഡീവെല്ലിംഗ് ബിഗാൻ ടു ബി ബിൽഡ്, അതായത് അവർക്ക് വാസസ്ഥലങ്ങൾ അവർ ഉണ്ടാക്കാൻ തുടങ്ങി. രണ്ടാമത്തത് പീപ്പിൾ ബിഗാൻ ടു ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ, അതായത് ആളുകൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ മനുഷ്യർ തമ്മിൽ പരസ്പരം ബന്ധപ്പെടാനും ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി, അതായത് ഇടപെടാൻ തുടങ്ങി.
ആൻഡ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. അതായത് ഒരു സാമൂഹ്യ ജീവിതത്തിലേക്ക് അത് മാറി. അടുത്തായിട്ട് സെറ്റിൽമെൻറ്റ്സ് ഗ്രാജുവലി ഡെവലപ്പ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. അതായത് അവരുടെ താമസ സ്ഥലങ്ങൾ പതിയെ ഗ്രാമങ്ങളായിട്ടും പട്ടണങ്ങളൊക്കെ ആയിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ് എന്ന് പറയുന്നത്. അടുത്തത് ഫ്രം സ്റ്റോൺ ടു മെറ്റൽ എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക്